നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 225-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പത്മശ്രീ എൻ രമണിയെക്കുറിച്ചിട്ടാണ്. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ കച്ചേരി 2-3 തവണ നേരിൽ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കച്ചേരി സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ ഒന്നാണ്. അതിനുശേഷം ഞങ്ങളുടെ ജന്മസ്ഥലത്ത് നടന്ന ക്ഷേത്രത്തിൽ നടന്ന അദ്ദേഹത്തിൻ്റെ കച്ചേരി, അത് കഴിഞ്ഞ് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ വെച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ കച്ചേരി, ഇങ്ങനെ കുറേയധികം കച്ചേരികൾ കേൾക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ കീർത്തനങ്ങളും ആ മുരളിയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം വർണ്ണിക്കാൻ കഴിയില്ല എന്നതാണ്. എത്രയോ കാലത്തെ പലരുടെയും പുല്ലാങ്കുഴൽ വാദനം കേട്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മാസ്മരികമായ ലോകത്ത് നമ്മൾ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ പുല്ലാങ്കുഴൽ വാദനം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹം ഈ ലോകത്താണോ വേറൊരു ലോകത്താണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം ഗംഭീരമാണ് ഓരോ കീർത്തനങ്ങളും. സ്വാതി തിരുനാളിൻ്റെ കൃതികളായാലും ത്യാഗരാജസ്വാമികളുടെ കൃതികളായാലും മുത്തുസ്വാമി ദീക്ഷിതരുടെ ആയിരുന്നാലും പുരന്ദരദാസിൻ്റേതായാലും ആരുടെ കീർത്തനങ്ങൾ അദ്ദേഹം വായിച്ചാലും നമുക്ക് ഒരു അനുഭൂതി സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. അത്രമാത്രം ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ. നിറഞ്ഞ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ കച്ചേരി നടക്കുമ്പോൾ ഈ 3-4 തവണ ഞാൻ കേട്ടിട്ടും ഒരാൾ പോലും കച്ചേരി തീരുന്നതിന് മുന്നേ ആ വേദിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് വളരെ വിശദമായ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാണുമല്ലോ, വിലയിരുത്തുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുക.